അപ്പോൾ ഡുഡുമണിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ബർത്ത്ഡേ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ വാങ്ങിച്ച് ഡെക്കറേഷൻ ചെയ്യുന്നത് ആൾക്ക് ഇഷ്ടമല്ല. ആൾക്കിങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണതായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ കളർ പേപ്പേഴ്സ് വെച്ച് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ 2 ഫ്ലവർ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ചെറുത് തൊട്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ സെൻറ്ററിൽ അത് ഓപ്പോസിറ്റ് കളേഴ്സ് വെച്ചിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എനിക്ക് തോന്നുന്നത് മൊത്തം ഒരു 6 ഫ്ലവറും ചെറുതൊരു 4-5 എണ്ണം അങ്ങനെ, പിന്നെ ലവിൻ്റെ ചിഹ്നം ഒരു 4 എണ്ണം, പിന്നെ നമ്പേഴ്സ് 5 വെച്ചിട്ട് 5 നമ്പർ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഒരു ഫ്ലവർ വെച്ച് ഉണ്ടാക്കുക എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഞാൻ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ പേപ്പർ ഒരു A4 ഷീറ്റ് ഫുൾ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇത് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് വരെ കാണണേ, കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു വിറ്റ് സംഭവിച്ചു. അതായത് എൻ്റെ ശ്രദ്ധ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടായ കാരണം ഇടയ്ക്ക് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഇതേപോലെ മടക്കി നമ്മൾ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുക്കണത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വീതിയിലും കറക്റ്റ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് കറക്റ്റ് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണത്. എന്നിട്ട് ഒരു സൈഡ് ഇതേപോലെ അപ്പുറത്തേക്കും ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് മടക്കിയിട്ടും അങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അത് ഈ സ്റ്റാൻഡ് വെച്ച് കറക്റ്റ് ഫോം വെച്ച് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ തൊട്ടിയിൽ ഉണ്ണി കിടക്കണ കാരണമാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനി ഞാനിത് മടക്കി കട്ട് ചെയ്തു, പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ഇതിന് നിവർത്തിയിട്ട് ആ പേപ്പർ തിരിച്ചും മറച്ചുമായിട്ട് നമ്മളാക്കണം. ഞാനത് ഉണ്ടാക്കണ ധൃതിയിൽ ഇങ്ങനെ വെച്ചു, അപ്പോഴും എനിക്ക് കത്തിയില്ല. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഇങ്ങനെ തുമ്പ് പോലെ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരച്ച് നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കൊടുക്കണവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ വരയ്ക്കാനുള്ള മടി കാരണം ഞാനത് ചെയ്യുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ ചെയ്താൽ മതി എനിക്ക് മനസ്സിലായത്. തുറന്നപ്പോണ്ടാ അതെങ്ങനെ ഇരിക്കുന്നു. പിന്നെയാണ് എനിക്ക് ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്നുള്ളത് മനസ്സിലായത്. അപ്പം ഞാൻ വീണ്ടും അത് ഫുള്ളും തുറന്ന് വീണ്ടും തിരിച്ചു മറിച്ചും നമ്മൾ ദോശ ചുടണ പോലെ അങ്ങനെ ചുട്ടെടുത്തിട്ട് എൻ്റെ ഫ്ലവർ വീണ്ടും റെഡിയായി എടുത്തത്. ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മടക്കി കൊടുക്കരുത്. കറക്റ്റ് വീതിയിൽ ഇതിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പേപ്പർ അങ്ങനെ മടക്കി കൊടുത്തത്. ഇല്ലെങ്കിൽ ഒരു സൈഡ് ചെറുതായി ഒരു സൈഡ് വലുതായി അങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗണ്ട് നോക്കണ്ട, നേരത്തെ സൗണ്ട് ഞാൻ രാവിലെ കൊടുത്തതാണ്. ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന സൗണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇത് ഞാൻ ഫെവിക്കോൾ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുക, പക്ഷെ അതെന്തോ എനിക്ക് വലിയ സംതൃപ്തി തോന്നാറില്ല. കറക്റ്റ് എന്തോ എനിക്കെന്തോ ക്ഷമയില്ലാത്ത കാരണം തോന്നുന്നുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് പൊന്നെ എന്തൊട്ട് പറയുക, സെല്ലോ ടേപ്പല്ലല്ലോ സ്റ്റാപ്ലർ വെച്ച് ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്തത്. അങ്ങനെ ഞാൻ ചട്ടക്കടലാസൊക്കെ എടുത്ത് 5 എന്നൊക്കെ എഴുതി. ലാസ്റ്റ് ഈ ഷേപ്പ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പൂവിന് വലിപ്പം കൂടുന്നു വിചാരിച്ച് പൗഡർ ടിൻ്റെ ഇതെടുത്ത് ഇതേപോലെ റൗണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഒരുത്തങ്ങ ചോദിക്കേണ്ടത് എന്തിനാന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബിന് വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞ കാരണം കുറേ എണ്ണി പറക്കുന്നുണ്ട്, അമ്മ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് എടുത്ത് പൂ പോലെ ആക്കിയിട്ട് 5 ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടെ ചെയ്തേ. ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ വോയിസ് ഞാൻ കൊടുക്കണില്ല, അതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ നൈറ്റ് ഒരു 5:30, 6 ആ സമയത്ത് ചെയ്യണത്. അപ്പം ഉണ്ണിയപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെയായിട്ട് ഞാൻ ഇവിടെ അഞ്ചിരിക്കുന്നത്. ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ആദ്യം ഞാൻ സ്കെച്ച് എടുത്തു, പക്ഷെ തെളിയണ്ടായപ്പോൾ ഞാൻ പിന്നെ മാർക്കറൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഡബിൾ ടൈപ്പ് സ്റ്റിക്കർ, എൻ്റെ പൊന്നെ അത് ഡബിൾ ടൈപ്പ് സ്റ്റിക്കറാന്ന് കണ്ടറിയിക്കണം. ഞാൻ വയ്ക്കും പൂതാഴ്ത്ത് വീഴും. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചാണ് ഈ പൂക്കളൊക്കെ ഞാൻ നിർത്തി ഒന്ന് സെറ്റപ്പാക്കി എടുത്തത്. ഇത് രാത്രി ഒരു 10-11 മണി, അതായത് മൂത്താൾ ഉറങ്ങിയതിന് ശേഷമാണ്. രണ്ടാമത്തവന് പിന്നെ ഉറക്കില്ല, രാത്രി 12 മണിയായാലും ഉറക്കില്ല. എന്തോ ഒരു നേരം കഴിഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും. അതുകൊണ്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ സഹായിക്കാനല്ല എന്നെ ശല്യം ചെയ്യാൻ. അതായത് ഓരോ സാധനങ്ങളെടുത്ത് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും. കണ്ട ഇപ്പോൾ തന്നെ കാണിക്കണ കണ്ടില്ലേ.
ഞാൻ പിന്നെ ചീത്ത പറയാൻ പറ്റില്ല, എനിക്ക് രാത്രി കാരണം എല്ലാവരും എണീറ്റ് വരണം എന്നുള്ള കാരണം കൊണ്ടും ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ ഹാപ്പി ബർത്ത്ഡേയും ഇതൊക്കെ ഒട്ടിച്ച് നമ്മളങ്ങനെ സെറ്റപ്പാക്കി എടുത്തു. ഒരു 11 മണിയാകുമ്പോഴേക്കും ഉണ്ണി ഒരു 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങി. നമ്മളപ്പോൾ 10:30ക്കാണ് അതൊക്കെ ചെയ്തത്. 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നത്തെ പരിപാടിയാണ് മോർണിംഗ് അവനെ എണീക്കണ നേരത്ത് അവനെ വിളിച്ചെണിപ്പിക്കുക എന്നുള്ളത്. സാധാരണ സ്കൂളിൽ പോകണം എന്നും കരച്ചിലും പിടിച്ചിട്ടുള്ളവൻ ഇന്ന് ബർത്ത്ഡേ എന്ന് അറിയേണ്ടെന്ന് തോന്നുന്നു, സർപ്രൈസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഓടിച്ചാടി വേഗത്തി. സംഭവം ആൾക്ക് ഇഷ്ടമായി, കാരണം ആൾക്ക് ചെയ്യണ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഓടി വന്ന് ഇന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും തന്നെ. അപ്പോൾ ആൾ സ്കൂളിൽ നിന്ന് വന്നിട്ടെ പിന്നെ കേക്ക് മുറിയും ഇതിപ്പോൾ രാവിലെ വെറുതെ സർപ്രൈസായിട്ടൊന്ന് കാണിച്ചു കൊടുത്തെന്ന് മാത്രം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാ.